നൗഷാദ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5th ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസിലെ എക്സസൈസ് 5.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ വീഡിയോ കണ്ടു തീരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക, അതോടൊപ്പം തന്നെ ബെലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് എ പാരലൽ ടു ബി ദെൻ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 5. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് പ്രോപ്പർട്ടി ആണെന്നൊക്കെ പറയാൻ. അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ്? എയും ബിയും പാരലൽ ലൈനാണ്, ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 5 എന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കൊച്ചു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. ഓക്കെ, അത് പഠിച്ചാൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് കുഞ്ഞു കാര്യങ്ങളിലോട്ട് പോകാം. നമുക്ക് ആദ്യം പാരലൽ ലൈൻസ് എന്താണെന്ന് പഠിക്കാം. പാരലൽ ലൈൻസ് എന്ന് വെച്ചാൽ തമ്മിൽ കൂട്ടിമുട്ടാത്ത രണ്ട് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരലൽ ലൈൻസ് എന്ന് തമ്മിൽ കൂട്ടിമുട്ടാത്ത രണ്ട് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ നീണ്ടു പോത്തതേ ഉള്ളൂ, തമ്മിൽ എവിടെയും ചെന്ന് കൂട്ടിമുട്ടില്ല. അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ലൈനും, കണ്ടോ, എവിടെയും തമ്മിൽ അവർ ഇൻ്റർസെക്റ്റ് ചെയ്യോ? ഇല്ല. ഇങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് ട്രാൻസ്വേഴ്സൽ ലൈൻ എന്താണെന്ന്. ട്രാൻസ്വേഴ്സൽ ലൈൻ എന്ന് വെച്ചാൽ രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്വേഴ്സൽ ലൈൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്വേഴ്സൽ ലൈൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ട്രാൻസ്വേഴ്സൽ ലൈനിൽ കുറച്ച് ആംഗിൾസ് ഫോം ചെയ്യും, അത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ. ഈ ഒരു ലൈനിൽ കണ്ടോ 4 ആംഗിൾസ് ഫോം ചെയ്തു. അതേപോലെ ഈ ട്രാൻസ്വേഴ്സ് ലൈനിൻ്റെ അടുത്ത ലൈനിലും അതേപോലെ തന്നെ 4 ആംഗിൾസ് ഫോം ചെയ്യുന്നത് അല്ലേ. അങ്ങനെ മൊത്തം 8 ആംഗിൾസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രാൻസ്വേഴ്സൽ ലൈനും പാരലൽ ലൈൻസും എല്ലാം മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറസ്പോണ്ടിങ് ആംഗിൾ എന്തുവാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആംഗിൾസിന് ഓരോ പേരങ്ങ് കൊടുക്കാം. 1 2 3 4 5 6 7 8. നോക്കിക്കേ, ഇതിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന അറിയാമോ? ട്രാൻസ്വേഴ്സൽ ലൈനിൻ്റെ സെയിം സൈഡിൽ കിടക്കുന്ന ആംഗിൾസ് ആയിരിക്കും. ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ, അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സൽ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ, ഈ സെയിം സൈഡിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെ കുറുകെയൊന്നും കറസ്പോണ്ടിങ് ആംഗിൾസ് വരില്ല. പിന്നെ എന്താണ്? ഒന്ന് പുറത്തും, അതായത് ഒന്ന് എക്സ്റ്റീരിയറും ഒന്ന് ഇൻറ്റീരിയർ ആയിരിക്കും കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തൊക്കെയാണ്? ആംഗിൾ 1 ആൻഡ് ആംഗിൾ 5. അടുത്തത് ഏതാണ്? ആംഗിൾ 4 ആൻഡ് ആംഗിൾ 8 അല്ലേ. അടുത്ത കറസ്പോണ്ടിങ് ആംഗിൾസ്, അടുത്ത റൈറ്റ് സൈഡിലെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തൊക്കെയാണ്? ആംഗിൾ 2, പിന്നെ ഇത് എക്സ്റ്റീരിയർ ആണ്, ഇത് ഉള്ളിൽ കിടക്കുന്നത് അല്ലേ, ആംഗിൾ 6. ആംഗിൾ 2 ആൻഡ് ആംഗിൾ 6. അടുത്തത് ഏതൊക്കെയാണ്? ഇത് ഉള്ളിലും ഇത് പുറത്തും. അപ്പോൾ ഏതൊക്കെയാണ്? ആംഗിൾ 3 ആൻഡ് ആംഗിൾ 7. കണ്ടോ, നമ്മൾ ഒന്ന് എക്സ്റ്റീരിയറും ആയിരിക്കണം, ഒന്ന് ഇൻറ്റീരിയറും ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന ഒരു ഡൗട്ട് പറയട്ടെ, എന്തുകൊണ്ട് മിസ് ആംഗിൾ 4ഉം 1ഉം ആംഗിൾ 4ഉം എടുത്തില്ല എന്നുള്ളതിലേ വന്ന ഡൗട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ ഡിഫറെൻറ്റ് വേർട്ടിസസ് ആണ് വരേണ്ടുള്ളത്. അതായത് ഇപ്പം നമ്മൾ ആംഗിൾ 1ഉം 4ഉം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേർട്ടെക്സ് ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ. ഈ ഒരേ പോയിന്റിൽ നിന്ന് തന്നെയല്ലേ ഈ രണ്ട് ആംഗിളും പോയിരിക്കുന്നത്. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കിക്കേ, നമ്മൾ തിരഞ്ഞെടുത്ത ആംഗിൾ 1ഉം ആംഗിൾ 5ൻ്റെയും വേർട്ടെക്സ് നോക്കിക്കേ. ആംഗിൾ 1ൻ്റെ വേർട്ടെക്സ് ഇതാണ്, ആംഗിൾ 5ൻ്റെ വേർട്ടെക്സ് ഇതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് വേർട്ടിസസ് അല്ലേ വന്നത്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ, കറസ്പോണ്ടിങ് ആംഗിൾസ് തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് പഠിപ്പിക്കാൻ പോണത് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് വെച്ചാൽ പാരലൽ ലൈനിന് ഉള്ളിൽ കിടക്കുന്ന ആംഗിൾസിനെയാണ് നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റീരിയർ ആംഗിൾസ് എന്തൊക്കെയാണ്? ആംഗിൾ 3, ആംഗിൾ 6, ആംഗിൾ 4, ആംഗിൾ 5. കണ്ടോ, ഉള്ളിൽ കിടക്കുന്ന ആംഗിൾസ് ആണ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ വേണ്ടുള്ളത് എന്താണെന്ന് അറിയാമോ? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തുവാണെന്നാണ്.
ഇതിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തൊക്കെയാണെന്ന് അറിയാവോ? ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ആംഗിൾ 3ഉം ആംഗിൾ 5ഉം. എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഇതേ നോക്കിക്കേ, ഇതൊരു ഇസഡ് ഫോമിലല്ലേ കിടക്കുന്നേ. ഇതാ നോക്ക്, ഇവിടുത്തെ ആംഗിളും എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയിരിക്കും. അതിൻ്റെ മെഷറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാ നോക്കിയേ, ഇതൊരു ഇസഡ് ഫോമിലല്ലേ കിടക്കുന്നേ. ഇതാ ഇങ്ങനെ കണ്ടോ? ഇപ്പോൾ അതെന്നേരം ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് തിരിച്ചും വരയ്ക്കാം അല്ലേ? ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ. അപ്പോൾ അതെങ്ങനെ വരും? ഇവിടുത്തെ ആംഗിളും അതും എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇതാ നോക്കിക്കേ, നമുക്ക് ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ വന്ന് ഇങ്ങനെ കണ്ടോ? ഒരു ഇസഡ് രീതിയിലല്ലേ. അപ്പോൾ ഇവിടുത്തെ ഏതായി? ആംഗിൾ 3ഉം ആംഗിൾ 5ഉം ആയി. കണ്ടോ? ഒരു ഇസഡ് ഫോമിലല്ലേ അവിടെ കിടക്കുന്നത്. കണ്ടോ? അത് വെച്ചിട്ട് നമുക്ക് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും മെഷർ. അത് കണക്ക് തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും മെഷർ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം ഇത് മതി നമുക്ക് ഇനി ചെയ്ത് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇഫ് എ പാരലൽ ടു ബി ദെൻ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 5. എയും ബിയും പാരലൽ ലൈൻസ് ആണെങ്കിൽ ആംഗിൾ 1ഉം ആംഗിൾ 5ഉം ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇതെങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ട്രാൻസ്വേഴ്സൽ ലൈനിൻ്റെ സെയിം സൈഡിൽ വരുന്നതും അതേപോലെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറുമായ ആംഗിൾസും അതേപോലെ ഡിഫറെൻറ്റ് വേർട്ടിസസ് വരുന്നതും എന്താണെന്ന് നമ്മൾ പഠിച്ചു? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്ന് പഠിച്ചു. അപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 5ഉം എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അപ്പോൾ ഇവിടെ എന്ത് പ്രോപ്പർട്ടിയാണ് ഉള്ളത്? കറസ്പോണ്ടിങ് ആംഗിൾ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാമല്ലോ. ഫസ്റ്റ് വൺ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ പ്രോപ്പർട്ടി. അപ്പോൾ പിടി കിട്ടിയല്ലോ. ഇനി സെക്കൻഡ് വൺ എന്താണ്? ഇഫ് ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 6 ദെൻ എ പാരലൽ ടു ബി. നോക്കിക്കേ, ഇവിടെ ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അന്നേരം ഇത് പാരലൽ ലൈൻസും ആണെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് നോക്കിക്കേ, ഇത് രണ്ടും എന്താണ്? ഇൻറ്റീരിയർ അല്ലേ, അതായത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അല്ലേ. പാരലൽ ലൈൻസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ അത് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി അത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടി എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി. അപ്പോൾ അത് നമുക്കിവിടെ എടുത്ത് എഴുതാം. സെക്കൻഡ് വൺ, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി. അടുത്ത തേർഡ് വൺ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ദെൻ എ പാരലൽ ടു ബി. ഇനി എന്താ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഇൻറ്റീരിയർ ആംഗിൾ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ലൈൻ ആർ സപ്ലിമെൻ്ററി. എന്താണ്? ട്രാൻസ്വേഴ്സൽ ലൈനിൻ്റെ സെയിം സൈഡിൽ കിടക്കുന്ന ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. സപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ എന്താണ്? ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നതിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ പിടി കിട്ടിയോ? ഇപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ 4ഉം ആംഗിൾ 5ഉം ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ട്രാൻസ്വേഴ്സൽ ലൈൻ്റെ റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. മനസ്സിലായോ ആ പ്രോപ്പർട്ടി എങ്ങനെയാണ് വന്നതെന്ന്? അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി എടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി എങ്ങനെ എഴുതാം? ഇൻറ്റീരിയർ ആംഗിൾ ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെൻ്ററി. അപ്പോൾ നമുക്ക് മൂന്നിൻ്റെയും പ്രോപ്പർട്ടി എഴുതാൻ സാധിച്ചില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു friends.